പ്രപഞ്ച സൃഷ്ടിയുടെ യാവിസ്റ്റു പാരമ്പര്യ വിവരണ പശ്ചാത്തലം. ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിയുടെ 2 വിവരണങ്ങളാണ് കാണുന്നത്. ഉൽപ്പത്തി 1 മുതൽ 2:4 വരെയുള്ള വാക്യങ്ങളിലെ പുരോഹിത പാരമ്പര്യ വിവരണവും 2:5 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലെ യാവിസ്റ്റ് പാരമ്പര്യ വിവരണവും. ബൈബിളിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് പുരോഹിത പാരമ്പര്യ വിവരണമാണെങ്കിലും ആദ്യം എഴുതപ്പെട്ടത് യാവിസ്റ്റ് പാരമ്പര്യ വിവരണമാണ്. രാജാക്കന്മാരുടെ കാലത്ത് ഇസ്രായേൽ ജനം അംഗസംഖ്യയിലും ശക്തിയിലും സമ്പൽ സമൃദ്ധിയിലും വളർന്നപ്പോൾ തങ്ങളുടെ സ്രഷ്ടാവും പരിപാലകനും വിമോചകനുമായ യഹോവയെ അവർ മറന്നു. എല്ലാ ഉയർച്ചയ്ക്കും കാരണം തങ്ങളുടെ മിടുക്കാണെന്ന് കരുതി ദൈവത്തിന്റെ സ്ഥാനത്ത് തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ച് അവർ അഹംഭാവത്തിൽ വളർന്നു. മാത്രമല്ല, കാനാൻകാരുടെ ഇടയിൽ നിലനിന്നിരുന്ന നല്ല വിളവ് കിട്ടുന്നതിന് ഫലപുഷ്ടിയുടെ ദേവനായ ബാലിന് ബലിയർപ്പിക്കുന്ന രീതി ഇസ്രായേൽ ജനത്തെയും സ്വാധീനിച്ചു. അവരും ബാലിന് ബലിയർപ്പിക്കാൻ തുടങ്ങി. ഈ പശ്ചാത്തലത്തിലാണ് യഹോവ ഭക്തിയിൽ ഉറച്ചു നിന്നിരുന്ന ഒരു വിഭാഗം ഇസ്രായേലിയർ സ്വജനത്തെ യഹോവ ഭക്തിയിൽ ഉറപ്പിക്കുന്നതിനും അവിടുത്തെ പരമാധികാരവും പരിപാലന വൈഭവവും അനന്ത സ്നേഹവും പ്രഘോഷിക്കുന്നതിനും വേണ്ടി ഉൽപ്പത്തി 2:5 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലെ സൃഷ്ടിയുടെ വിവരണത്തിന് രൂപം നൽകിയത്. ദൈവം വെറും പൂഴിയായ മനുഷ്യന് നൽകിയ സൗഭാഗ്യകരമായ അവസ്ഥയെയും ഏദൻ തോട്ടത്തിന്റെ സമ്പൽ സമൃദ്ധിയെയും യഹോവയായ ദൈവത്തിന്റെ പരിപാലന വൈഭവത്വത്തെയും എടുത്തു കാണിക്കുകയാണ് ഇതുവഴി. മനുഷ്യൻ ആവശ്യപ്പെടാതെയാണ് ദൈവം ഇതെല്ലാം നൽകിയത്. ഏത് ബാൽ ദേവനാണ് ഇപ്രകാരം യഹോവയായ ദൈവത്തെ പോലെ അനുഗ്രഹിക്കാൻ കഴിയുന്നതെന്ന വെല്ലുവിളി ഉയർത്തുകയാണിവിടെ. കാനാന്യരുടെ ദേവനായ ബാൽ അവരുടെ അധ്വാനത്തിന്റെ ഒരു പങ്ക് ബലിയായി സമർപ്പിച്ചാൽ നല്ല വിളവ് നൽകും. എന്നാൽ മനുഷ്യൻ ആവശ്യപ്പെടാതെയാണ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇതെല്ലാം നൽകിയത്. ദൈവത്തിന്റെ പറുദീസായിൽ അവിടുത്തെ സഖിത്വത്തിലായിരുന്നു കൊണ്ട് അവിടുത്തെ സർവ്വസമ്പന്നതയിലും പങ്കുകാരാകാൻ മനുഷ്യന് ദൈവം നൽകിയ സൗജന്യദാനമായ സൗഭാഗ്യം എത്ര വലുതാണ്! ഈ യഹോവയായ ദൈവത്തെക്കാൾ മഹോന്നതനായി മറ്റൊരു ദൈവമില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണിവിടെ. ദൈവപുത്രനായ യേശു ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമായ സഭയിലൂടെയുമാണ് ഈ സൗഭാഗ്യം അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഈ തിരിച്ചറിവോടെ നന്ദിയോടും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും കൂടെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.